എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായതിനിടെ വാർത്താസമ്മേളനം അവസാന നിമിഷം റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജിയല്ലാതെ പോംവഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് സൂചന. രാജി ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി. രാഹുൽ മാങ്കൂട്ടത്തിലിന് നിയമസഭാംഗത്വം രാജിവെക്കാൻ സമ്മർദ്ദമേറുകയാണ്. 2 ദിവസത്തിനകം രാജിയുണ്ടാകുമെന്നാണ് സൂചന. പരാതിയുമായി ആരും മുന്നോട്ട് വന്നില്ലെങ്കിലും കൂടുതൽ ശബ്ദരേഖകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി അനിവാര്യമെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. പുതിയ വിവാദം പുറത്തുവരുന്നതിനും വളരെ മുൻപേ രമേശ് ചെന്നിത്തല രാഹുലിനെ കൈവിട്ടതാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിലായിരുന്ന KC വേണുഗോപാൽ ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നേതാക്കളുമായി KC വേണുഗോപാൽ ആശയവിനിമയം നടത്തും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകിട്ട് നടത്താനിരുന്ന അടിയന്തര വാർത്താ സമ്മേളനം അവസാന നിമിഷം റദ്ദാക്കി. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ വിശദീകരണം ലക്ഷ്യമിട്ടായിരുന്നു വാർത്താസമ്മേളനം വിളിച്ചത് എന്നാണ് സൂചന. ഇത് തിരിച്ചടിയാകുമെന്ന് മണത്തറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം വാർത്താസമ്മേളനം റദ്ദാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുക്കി യുവതിയുമായുള്ള സംഭാഷണത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്ത്. കുഞ്ഞുണ്ടായാൽ ജീവിതം തകരുമെന്ന യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ശബ്ദരേഖയിൽ വ്യക്തമാണ്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതും ഓഡിയോ ക്ലിപ്പിലുണ്ട്. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? തന്റെ പെർമിഷൻ ലെവലിൽ താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അത് തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ല എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. താൻ എങ്ങനെ എടോ അത് സ്വാഭാവികമല്ലേ? താനിപ്പോ തന്നെ പറ്റി മാത്രമല്ല ആലോചിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല. താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ. പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്താണ് എനിക്ക് എന്റെ ടെമ്പർ തെറ്റുന്ന ദേഷ്യം വരുമ്പോഴോ താൻ എന്റെ കോൺസിക്വൻസിനെ പറ്റി ഒരു ബോധമില്ല. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്കും ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ എനിക്കൊരു സമാധാനം ലഭിക്കുക. അത് ഉണ്ടായതിനു ശേഷം പിന്നെ അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്ത് ചെയ്യും താൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആ കൂടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. അല്ല, താൻ എന്താണോ സിനിമ കാണുകയാണോ ഇത്? സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസെടുക്കാതെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതിരോധം പാളുന്നു. ആരോപണങ്ങളിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ. ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. കേസും നിയമ നടപടിയും ഇല്ലല്ലോ എന്ന വാദം ഉന്നയിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതിരോധം. എന്നാൽ ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന ആരോപണത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും കേസെടുത്തതോടെ ആ പ്രതിരോധം പൊളിയുകയാണ്. വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും DGPയോട് റിപ്പോർട്ട് തേടി. എറണാകുളം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി. ഒരു ഇല്ലീഗൽ ടെർമിനേഷൻ ആണെങ്കിൽ തീർച്ചയായും അത് കുറ്റകൃത്യം തന്നെയാണ്. അതോടൊപ്പം അത് ഫോഴ്സ്ഫുള്ളും കൂടിയാണെങ്കിൽ BNS പ്രകാരം വളരെ വലിയ ഒരു കുറ്റമായിട്ട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. കമ്മീഷൻ ഓൾറെഡി കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ DGPയോട് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ ശിശു സംരക്ഷണ വകുപ്പിനും സംസ്ഥാന വനിതാ ശിശു സംരക്ഷണ വകുപ്പിനും പാലക്കാട്ട് നിന്നുള്ള പൊതുപ്രവർത്തക പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 24.
യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനെ ചൊല്ലി തർക്കം രൂക്ഷം. പുറത്തുനിന്ന് അധ്യക്ഷൻ വന്നാൽ കടുത്ത നിലപാടിലേക്ക് പോകുമെന്നാണ് അബിൻ വർക്കിയുടെ ഭീഷണി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നിൽ നിന്ന് കുത്തിയത് അബിൻ വർക്കിയാണെന്ന പ്രചാരണം സജീവമാക്കി രാഹുൽ വിഭാഗം. ബിനു ചുള്ളിയിലിനായി സമ്മർദ്ദം ശക്തമാക്കി KC വേണുഗോപാൽ പക്ഷം. അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് 4 ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ 40 സംസ്ഥാന ഭാരവാഹികൾ AICCക്ക് കത്തയച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ സമാന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അബിൻ വർക്കിക്കായുള്ള സമ്മർദ്ദം. സ്വാഭാവിക നീതി ലംഘിക്കരുതെന്നാണ് ആവശ്യം. നിലവിലെ ഭാരവാഹികൾക്ക് പുറത്തുനിന്ന് അധ്യക്ഷൻ വേണ്ടെന്നും ഇവർ വാദിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ രാജ്യഭീഷണി ഉൾപ്പെടെ മുഴക്കാനും അബിൻ വർക്കി പക്ഷം ആലോചിക്കുന്നുണ്ട്. ബാഹുബലി വിമർശനം അബിന് വെട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ഇവർ കണക്കുകൂട്ടുന്നു. എന്നാൽ രാഹുലിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയുമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗത്തിന്റെ മറുനീക്കം. ബിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാൻ KC വേണുഗോപാൽ പക്ഷത്തിന്റെ ശ്രമവും തുടരുകയാണ്. കേരളത്തിൽ തർക്കമുണ്ടായാൽ താൽക്കാലിക ചുമതല ബിനു ചുള്ളിയിലിന് നൽകാനും ആലോചനയുണ്ട്. KM അഭിജിത്തിനായുള്ള നീക്കവും ഇപ്പോഴും അണിയറയിൽ സജീവം. അരിതാ ബാബുവിനെ ഉയർത്തിക്കാട്ടി വനിതാ പ്രവർത്തകരും സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം നടത്താമെന്ന നിലപാടാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളത്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടാൻ വഴികൾ ആലോചിക്കുകയാണ് നേതൃത്വം. സമീപകാലത്തെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസ് നേരിടുന്നത്. സാങ്കേതികത്വങ്ങൾ പറഞ്ഞുപോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് നേതൃത്വത്തിനും ഉറപ്പായി. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി. രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് നടപടിയായിരുന്നു എന്ന സൂചന നൽകി VD സതീശൻ. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിന്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. രാജി ആലോചിച്ചിട്ടില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ന്യായീകരണത്തിന് മുതിർന്നില്ല. എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമില്ല. പാർട്ടി ഇപ്പോൾ ആ കാര്യം ആലോചിച്ചിട്ടില്ല. രാഹുലിനെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരേയൊരു കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലാണ്. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയല്ലാതെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കോൺഗ്രസിന് തൽക്കാലം നിവർത്തിയില്ല. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച എഴുത്തുകാരി ഹണി ഭാസ്കറിനെതിരെ സൈബർ ആക്രമണം നടത്തിയവരിൽ മുൻ IPS ഓഫീസറും മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ D മധുവാണ് കേസിലെ 4ാം പ്രതി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫി പറമ്പിൽ MPക്ക് താൻ പരാതി നൽകിയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് എഴുത്തുകാരി ഹണി ഭാസ്കരൻ 24നോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് തന്നെ ഷാഫിയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ്. എല്ലാം അറിയാമെങ്കിലും ഷാഫി ഒന്നും ചെയ്തില്ലെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു. എന്റെ ഒരു പെൺ സുഹൃത്തിന്റെ അടുത്ത് പോയിട്ട് ചാറ്റിൽ പോയിട്ട് പറയുന്നുണ്ട് നമുക്ക് ഡൽഹിക്ക് പോകണമെന്ന് പറയുന്നു. ഇത് കൃത്യമായിട്ട് ഈ സ്ത്രീ ഷാഫിയുടെ അടുത്ത് ചെന്നിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകളുടെ അടുത്ത് ഇടപെടുന്ന ഒരാളാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ അയാളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഷാഫി ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള പല വിഷയങ്ങളെ കുറിച്ചും ഷാഫിക്ക് നല്ല ധാരണയുണ്ട്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ മെറിറ്റുള്ള മനുഷ്യനാണെങ്കിൽ ഇത്രയധികം പരാതികള് യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ വന്നപ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ചൊക്കെ ഷാഫി പറമ്പിലിന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റുക? കർണാടക ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായുള്ള മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന നിഗമനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലായ CH ചിന്നയ്യയെ ബൽത്തങ്ങാടി മജിസ്ട്രേറ്റ് കോടതി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. മകളെ കാണാതായെന്ന പരാതിയിൽ പരസ്പര വിരുദ്ധ പ്രതികരണങ്ങളാണ് സുജാത ഭട്ട് നടത്തുന്നത്. 17 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മൊഴികളിലെ വൈരുദ്ധ്യവും കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളുമാണ് അറസ്റ്റിന് പിന്നിലെന്നാണ് സൂചന. വെളിപ്പെടുത്തലിന് മുമ്പ് വൻ ഗൂഢാലോചന നടന്നതായും പോലീസ് സംശയിക്കുന്നു. ബെൽത്തങ്ങാടി പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 10 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. ഇതിനിടെ മകളെ ധർമ്മസ്ഥലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായെന്ന് പരാതി നൽകിയ സുജാത ഭട്ട് തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്ന് യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കി. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും സുജാത ഭട്ട് പറഞ്ഞു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ സുജാത ഭട്ട് ഈ പ്രതികരണം മാറ്റി. തനിക്ക് മകളുണ്ടെന്നും അന്വേഷണ സംഘത്തിന് മുമ്പിൽ തെളിയിക്കുമെന്നുമായിരുന്നു ഭട്ടിന്റെ പ്രതികരണം. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ആഭ്യന്തരമന്ത്രി
ജി പരമേശ്വരയും പറഞ്ഞു. 24 ചെന്നൈ. വീണ്ടും വിദ്വേഷ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് പറഞ്ഞത് സത്യമാണെന്നും സാമൂഹിക നീതി ഉറപ്പാകും വരെ പറയാനുള്ളത് പറയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാലും NK പ്രേമചന്ദ്രനും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി വേദി വിട്ട ശേഷമായിരുന്നു വിദ്വേഷ പരാമർശം. ഇപ്പോൾ മലപ്പുറത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞാൽ എന്റെ പിടല് പോട്ടെ, വയസ്സ് 88 89 ആകാനായിട്ട് ഇനി 1.5 മാസമേ ഉള്ളൂ. ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിലും ശ്രീനാരായണ ഗുരു റിട്ടയർഡ് ടീച്ചേഴ്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച സ്നേഹാദരവ് സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ നിലപാട് ആവർത്തിച്ചത്. പതരാതെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ടു പോകുന്ന വെള്ളാപ്പള്ളി നടേശനെ അവഗണിക്കാൻ കഴിയില്ലെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പതറാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എപ്പോഴും അദ്ദേഹത്തെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹവും നിർബന്ധിക്കുന്നില്ല. അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യാം, പക്ഷെ അവഗണിക്കാൻ പറ്റില്ല കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈര്യമുള്ളവരെ വരെ ചേർത്ത് പിടിക്കുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് NK പ്രേമചന്ദ്രൻ MP. ഏത് ശത്രുവിനെയും അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരെയൊക്കെ സൗഹൃദത്തോടുകൂടി ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന വിശാലമായ മനസ്സിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരുപാട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. സമുദായത്തിന് നീതി കിട്ടും വരെ പരാമർശങ്ങൾ ആവർത്തിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 24 കൊല്ലം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാരിന്റെ ഓണസമ്മാനം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനും ഒപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. UGC, AICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DA, DR വർധനയുടെ ആനുകൂല്യം ലഭിക്കും. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായി സൂചന. മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട KA പോളിന്റെ ഇടപെടലിലുള്ള അതൃപ്തിയെ തുടർന്നാണ് തീരുമാനം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ആലോചിച്ചതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയായിരുന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത്. മോചനത്തിനായി നിർണായക ഇടപെടലുകളും ആക്ഷൻ കൌൺസിൽ നടത്തിയിരുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ ഡോക്ടർ KA പോൾ നടത്തുന്ന അവകാശവാദങ്ങളിൽ ആക്ഷൻ കൌൺസിൽ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടലുകൾ നടത്തുന്നുവെന്ന KA പോളിന്റെ വാദങ്ങളെ കേന്ദ്ര സർക്കാരും തള്ളിയിരുന്നു. ഈ ഘട്ടത്തിലും നിമിഷപ്രിയയുടെ കുടുംബം KA പോളിനൊപ്പം നിൽക്കുന്നതിലും ആക്ഷൻ കൌൺസിലിന് അതൃപ്തിയുണ്ട്. ഇത്തരം നടപടികൾ ആക്ഷൻ കൌൺസിലിന്റെ വിശ്വാസ്യതയും പ്രസക്തിയെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആക്ഷൻ കൌൺസിലിനും അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനുമെതിരെ KA പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം. 24 ഡൽഹി. ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുടെ പൊതുസമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. യാത്ര ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തെന്ന് KC വേണുഗോപാൽ MP 24നോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ യാത്രയുടെ ഭാഗമാകാൻ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും എത്തും. ഇന്ന് കതിഹാറിലായിരുന്നു പര്യടനം. ബീഹാറിലൂടെയുള്ള വോട്ടധികാർ യാത്രയ്ക്ക് വലിയ ജനപങ്കാളിത്തമാണ് ഗ്രാമങ്ങളിൽ. ഓരോ പ്രധാന കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ. യാത്രയിൽ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രക്രിയ അട്ടിമറിച്ചതിന്റെ തെളിവാണ് ബീഹാറെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജനുവനായിട്ടുള്ള വോട്ടുകൾ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എത്രമാത്രം അട്ടിമറിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ബീഹാറിലെ ഗ്രാമങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം, വോട്ട് ചോരി കാര്യം പറയുമ്പോൾ തന്നെ ജനങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നു. ബീഹാറിൽ തുടങ്ങിയത് രാജ്യവ്യാപക പോരാട്ടം ആകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. യാത്രയുടെ ഭാഗമാകാൻ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരുമെത്തും. ഈ മാസം 27-ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ യാത്രയിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖു എന്നിവരാണ് പങ്കെടുക്കുന്ന മറ്റു നേതാക്കൾ. മലപ്പുറം തിരൂരങ്ങാടിയിൽ കാർ തടഞ്ഞു നിർത്തി 2 കോടി രൂപ കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ. കൊട്ടേഷൻ സംഘങ്ങളെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.
കവർച്ചയിൽ നേരിട്ട് പങ്കുള്ളവരാണ് പിടിയിലായത്. കൊട്ടേഷൻ സംഘാംഗങ്ങളായ തിരൂരങ്ങാടി സ്വദേശി കരീം, പരപ്പനങ്ങാടി സ്വദേശി രജീഷ് എന്നിവരെയാണ് താനൂർ ഡിവൈഎസ്പിയും സംഘവും അറസ്റ്റ് ചെയ്തത്. കളത്തിൽ കരീം എന്ന് പറഞ്ഞ ആളും അയാളുടെ കൂട്ടാളികളുമാണ് ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഈ മാസം 14-നാണ് തിരൂരങ്ങാടിക്കടുത്ത തെന്നലയിൽ കാർ തടഞ്ഞു നിർത്തി 4-അംഗ കൊട്ടേഷൻ സംഘം 2 കോടി രൂപ കവർന്നത്. കൊട്ടേഷൻ നൽകിയ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. 24 മലപ്പുറം. ഇടവേള. You are watching 24 from Flowers Group. You are watching 24. കൂടുതൽ വാർത്തകളിലേക്ക്. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ലിയോണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക്. നവംബറിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചു. ലിയോണൽ മെസ്സി എത്തുന്നത് ഓണസമ്മാനമെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. ലിയോണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഒക്ടോബറിൽ അമേരിക്കയിലും നവംബറിൽ അങ്കോളയിലും ഇന്ത്യയിലുമാണ് അർജന്റീന ടീമിന്റെ സന്ദർശനം. നവംബർ 10-നും 18-നും ഇടയിലായിരിക്കും കേരളത്തിലെത്തുക. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം. ഏത് ടീമായിരിക്കും എതിരാളികളെന്ന് തീരുമാനമായിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഒരുക്കങ്ങൾ നടത്തുമെന്നും കായികമന്ത്രി വി അബ്ദുറഹിമാൻ വ്യക്തമാക്കി. സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ, ഇപ്പോൾ കളിസ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുള്ളൂ. ലിയോണൽ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. 24 തിരൂർ. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആരോഗ്യപ്പച്ചയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ കുട്ടി മാത്തൻ കാണി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. മൂവാറ്റുപുഴയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തൃശൂർ അതിരപ്പള്ളിയിൽ റിസോർട്ടിൽ കാട്ടാനക്കൂട്ടം. കണ്ണൻകുഴിയിലെ ഷിഹിം എന്ന റിസോർട്ടിലാണ് ആനക്കൂട്ടം എത്തിയത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. എറണാകുളം പറവൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ പോലീസ്. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നത്. അനധികൃത ബെറ്റിംഗ് കേസിൽ കർണാടകയിലെ കോൺഗ്രസ് MLA KC വീരേന്ദ്രയെ അറസ്റ്റ് ചെയ്ത് ED. സിക്കിമിൽ വെച്ചായിരുന്നു അറസ്റ്റ്. ഇടുക്കി മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സെക്യൂരിറ്റി ജീവനക്കാരനായ കന്നിമല സ്വദേശി രാജപാണ്ഡെയാണ് മരിച്ചത്. കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമില്ല. അറ്റകുറ്റപ്പണികൾ വിലയിരുത്താനെത്തിയ കളക്ടർക്ക് നേരെ മുരിങ്ങൂരിൽ പ്രതിഷേധം. പ്രശ്നം പരിഹരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി കളക്ടർ. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. ചമോലി ജില്ലയിലെ തരാലിയിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം. നിരവധി പേരെ കാണാതായതായ റിപ്പോർട്ട്. കനത്ത മഴയിൽ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ പൂർണ്ണമാവുകയാണ്.